ഏവർക്കും നമസ്കാരം. ഏവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സുഭാഷിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2 ദിവസങ്ങളായി നമ്മൾ ഗയ്യ പറയുന്നു എന്നുള്ള സീരീസിന്റെ തുടർച്ചയാണ് ഇന്നും തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ വിഷയം ഇതാണ്: ഞാനും നീയും നിന്നിലെ കോശങ്ങളും ജീവജാലങ്ങളും സമൂഹവും സൗരയൂഥങ്ങളും താരാഗണങ്ങളും യന്ത്രങ്ങളല്ല, ജീവനുള്ള വ്യവസ്ഥകളാണ്. യാന്ത്രിക ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് ജീവനെ പറ്റി അറിയാതെ പോകുന്ന സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സകലതും യന്ത്രത്തിന്റെ സഹായത്താൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് ജീവൻ എന്താണെന്നുള്ള ബോധ്യം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു. ഗയ്യ പറയുന്നത് ഞാൻ ജീവനുള്ളതാണ് എന്നാണ്. ഭൂമിക്ക് ജീവനുണ്ടോ എന്ന് ചോദിച്ചാല് നമ്മൾ ജീവനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു വ്യക്തമായ ഉത്തരം പറയാൻ നമുക്ക് സാധിക്കുന്നില്ല. ഉണ്ട്, ഉണ്ടായിരിക്കാം ഒക്കെ നമ്മൾ പറയും. അതുപോലെ ജീവജാലങ്ങൾക്ക്, സസ്യലതാദികൾക്ക്, ഇവർക്കൊക്കെ ജീവനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിലൊരു വ്യക്തതയോടുകൂടി നമുക്ക് പറയാൻ കഴിയുന്നില്ല. പക്ഷേ പ്രകർഷേണ കൃതമായത്, പ്രത്യേകമായി കൃതമായത്, സ്വയം സംഘടിപ്പിക്കപ്പെട്ട ഏതൊന്നിനും ജീവൻ എന്ന പ്രതിഭാസം അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രകൃതി ആത്മീയ പഠനങ്ങളിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വയം സംഘടിപ്പിക്കുന്ന ഏതൊരു വ്യവസ്ഥക്കും ജീവൻ ഉണ്ടായിരിക്കും. നമ്മൾ വ്യവസ്ഥകളെ പറ്റി പറയുന്ന സമയത്ത് ജീവനുള്ള വ്യവസ്ഥകൾ, അതായത് സ്വയം പ്രവർത്തിക്കുന്ന വ്യവസ്ഥകളെ പറ്റി നമ്മൾ പറയും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ മെഷീൻസുകൾ, കാറുകൾ, അല്ലെങ്കിൽ ബൈക്കുകൾ, സൈക്കിൾ, അങ്ങനത്തെ മെഷീൻസുകളൊക്കെ ജീവനുള്ള ഒന്നിന്റെ സാന്നിധ്യത്താൽ ഉണ്ടായതാണ്. പക്ഷെ അത് വ്യവസ്ഥ തന്നെയാണ്. പക്ഷെ അത് പ്രവർത്തിക്കുന്നത് ജീവന്റെ ഒരു സ്വാധീനത്തിലാണ്, ജീവനുള്ള ഒരു വ്യവസ്ഥയുടെ സ്വാധീനത്തിലാണ് ഇതെല്ലാം പ്രവർത്തിച്ചു പോരുന്നത്. എന്തു തന്നെയായാലും വ്യവസ്ഥ എന്ന് പറയുന്നത് അതിൽ പലതരം ഘടകങ്ങൾ പ്രത്യേക രീതിയിൽ കൂട്ടിയോജിപ്പിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് വ്യവസ്ഥ. വ്യവസ്ഥ ആവുന്ന സമയത്ത് അതിൽ നിന്ന് നമുക്കൊരു എമർജിങ് പ്രോപ്പർട്ടി, ഒരു പ്രത്യേക ഫങ്ഷൻ നമുക്ക് അതിൽ കാണാൻ കഴിയും. ഉദാഹരണത്തിന് മെഷീൻസുകള്, കാറുകള്, ബൈക്കുകളൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് അതിലൊരു പ്രത്യേക ഫങ്ഷൻ, ഒരു പ്രവർത്തനം നമുക്ക് പുറത്തേക്ക് കാണാൻ കഴിയും. അത് തന്നെയാണ് ജീവൻ. പക്ഷെ യന്ത്രങ്ങളുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ആ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് ജീവനുള്ള ഒരു വ്യവസ്ഥയുടെ സഹായത്താലാണ്. അതുപോലെയാണ് ജീവനുള്ള നാം ഉണ്ടായത് പ്രകൃതിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഗയ്യയിൽ നിന്നാണ്. ഗയ്യ ജീവനുള്ളതാണ്. ഗയ്യ പ്രത്യേക രീതിയിൽ പ്രകർഷേണ കൃതമായതാണ്, സ്വയം സംഘടിപ്പിക്കപ്പെട്ടതാണ്, സ്വയം സംരക്ഷിച്ചു പോരുന്നുണ്ട്. അല്ലെ, നമുക്കറിയാം ഭൂമിയിൽ അല്ലെ പ്രകൃതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് അത് സ്വന്തം തന്നെ അതിന്റെ കേടുപാടുകൾ തീർത്തു വരുന്നു, സ്വയം സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഇപ്പൊ ഭൂമിയുടെ മേലെ നമുക്ക് കാണാൻ കഴിയും, നമ്മൾ ഫോറസ്റ്റ് വാക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ മേലെ ഇലകൾ വന്ന് മൂടി നിൽക്കും. അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. അപ്പൊ സ്വയം സംരക്ഷിക്കാനും കഴിയുന്നുണ്ട്. അപ്പൊ സ്വയം സംഘടിപ്പിച്ചതാണ് ഗയ്യ, സ്വയം സംരക്ഷിക്കുന്നുണ്ട്, സ്വയം പരിചരിക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ സ്വയമേവ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജീവനുള്ള ഒരു വ്യവസ്ഥയാണ് പ്രകൃതി, അല്ലെങ്കിൽ ഗയ്യ. അതിന്റെ ഭാഗമാണ് നാം. അതിന്റെ ഭാഗമായ നമ്മിലും ആ ജീവന്റെ അംശം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ സൗരയൂഥങ്ങള്, സോളാർ സിസ്റ്റം എന്ന് പറയും നമ്മൾ. സിസ്റ്റം എന്ന് പറഞ്ഞാൽ വ്യവസ്ഥ, അതും സ്വയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ സമൂഹങ്ങള് ഓർഗാനിക് ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ജീവജാലങ്ങൾ സ്വയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ താരാഗണങ്ങളെല്ലാം തന്നെ സ്വയം പ്രവർത്തിക്കുന്ന ജീവനുള്ള വ്യവസ്ഥകളാണ്. ഇതിനൊക്കെ നമ്മള് വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ ഇതിനെ യന്ത്രങ്ങളായിട്ട് നമ്മൾ കണക്കാക്കും. ഇപ്പൊ ശരീരത്തിനെ പോലും നമ്മൾ യന്ത്രങ്ങൾ എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് കാണുന്നത്. യാന്ത്രിക ലോകത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് യന്ത്രം എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ കാണാൻ, മെഷീനെ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു,
ആ രൂപത്തിലൂടെയാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതായത് രേഖീയമായിട്ടായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യാം. ഒരു 1 ഡയമെൻഷനൽ 2 ഡയമെൻഷനൽ വ്യൂവിലായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യാം. അപ്പോ ഇതിനൊരു ബഹുക്രമത ഉണ്ട്. അതായത് അതിന്റെ പ്രവർത്തനം എന്ന് പറയാൻ, സ്വയം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏതൊരു വ്യവസ്ഥയ്ക്കും അതിന് പല രീതിയിലുള്ള മുഖങ്ങൾ, പല രീതിയിലുള്ള ഡയമെൻഷൻസ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ നമ്മൾ പൊതുവെ പറയും കെമിക്കൽസ്, യന്ത്രം പോലെ തന്നെ കെമിക്കൽസ് പറയും. ഇപ്പൊ ശരീരത്തിൽ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ്, ദഹനരസം എന്ന് പറയുന്നത് നമ്മുടെ വയറ്റിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അതിന് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് നമ്മൾ പറയും. അപ്പൊ ഹൈഡ്രോക്ലോറിക് ആസിഡ് ശരിക്ക് അതൊരു വൂണ്ട്, അതായത് ഒരു സ്ഥലത്ത് നമ്മൾ അതിനെ അപ്ലൈ ചെയ്താൽ അതവിടെ മുറിവുണ്ടാക്കും നമുക്ക് ധാരണ ഉണ്ട്, കെമിക്കൽ ആണെങ്കിൽ. പക്ഷെ അതേ ഹൈഡ്രോക്ലോറിക് ആസിഡ് വയറിന്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് അത് അവിടെ മുറിവുകൾ ഉണ്ടാക്കുന്നില്ല. അത് ബയോ കെമിക്കലാണ്. അപ്പൊ ജീവസന്ധാരണം, ജീവന്റെ രസതന്ത്രമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം അതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവനുള്ള ഒരു വ്യവസ്ഥയാണ് അത് സംഭവിക്കുന്നത്. അതിന് പകരം നമ്മൾ അതിനെ കെമിക്കലായി കാണുന്ന സമയത്ത് ഈ പ്രതിഭാസം ഇത് നമുക്ക് മനസ്സിലാവാതെ പോകും. അപ്പൊ അത്തരത്തിൽ ഭൂമിക്ക് ജീവനുണ്ട് എന്നുള്ള ബോധ്യമാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഭൂമിക്ക് ജീവനുണ്ടെങ്കിൽ അതിന്റെ പാർട്ടായിട്ട് പ്രവർത്തിക്കുന്ന നമ്മളിലും ജീവജാലങ്ങളിലും സൗരയൂഥത്തിലും സമൂഹത്തിലും എല്ലാം തന്നെ ആ ജീവന്റെ അംശങ്ങൾ ഉണ്ടായിരിക്കും. ഇന്നലെ നമ്മൾ പറഞ്ഞു, പിന്നെ ഭൂമി എന്ന മഹാഗർഭപാത്രത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലാണ് നമ്മൾ നീന്തി തുടിക്കുന്നത്. ഭൂമിയുടെ മുകളിലല്ല, ഈ ഭൂമിയുടെ ഉള്ളില്, ആ ഗർഭപാത്രത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ആ ജീവനോട് ചേർന്ന് ജീവിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ മഹാഗർഭപാത്രമാണ് നമുക്ക് ജീവൻ പകർന്ന് തന്നത്. അപ്പൊ അത്തരത്തിലുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മള് യന്ത്രങ്ങളായി കാണുന്ന സമയത്ത് അതിനൊരു മെറ്റീരിയൽ ഫോമിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. മെറ്റീരിയൽ ഫോമിൽ കാണുന്ന സമയത്ത് സംഭവിക്കുന്നത് ഇതെല്ലാം നമ്മൾക്ക് വേണ്ടിയുള്ളതാണ്. ആസ് എ മെറ്റീരിയൽ നമുക്ക് അതിനെ ഉപഭോഗം ചെയ്യാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് അത് നീങ്ങും. ഒരു മരത്തിനെ കാണുന്ന സമയത്ത്, സസ്യലതാദികളെ കാണുന്ന സമയത്തൊക്കെ നമ്മള് മെറ്റീരിയലായി കാണുന്ന സമയത്ത് നമ്മൾ വെറുതെ അതിനങ്ങോട്ട് പ്ലക്ക് ചെയ്യും, അല്ലെ? അതിനെ വെറുതെ കട്ട് ചെയ്യും, അതിനെ പ്ലക്ക് ചെയ്യും. അപ്പോ അതിനെ മെറ്റീരിയലായി കാണുന്നതിന് പകരം അതിനൊരു ജീവനുള്ള ഒരു വ്യവസ്ഥയാണെന്ന് നമ്മളുടെ രീതിയിൽ നമ്മൾ കാണുന്ന സമയത്ത് അതിനോടുള്ള അപ്രോച്ചുകൾ, അതിനോടുള്ള ഇടപെടലുകളിൽ നമ്മൾക്ക് ഒരു കീഴ്വഴക്കുണ്ടാവും. ആ രൂപത്തിലായിരിക്കും നമ്മൾ ഇടപഴകുക. അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ജീവനുള്ള ഏതൊരു വ്യവസ്ഥയ്ക്ക് അതിന് വികാരങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെ? എല്ലാ വികാരങ്ങളും അതിലുണ്ടായിരിക്കും. അപ്പൊ ആ വികാരങ്ങളെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട്, പരിഗണിച്ചുകൊണ്ടായിരിക്കും അതിലേക്ക് നമ്മൾ ഇടപഴകുന്നത്. അപ്പം നാമും അതായത് ഗയ്യയും നീയും, അതായത് നമ്മളും കോശങ്ങളും ജീവജാലങ്ങളും സമൂഹവും സൗരയൂഥവും താരാഗണങ്ങളും എല്ലാം ജീവനുള്ള വ്യവസ്ഥകളാണ് എന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാവാം. ഇത് വ്യവസ്ഥാ വിന്യാസത്തെ പറ്റി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ബ്രഹ്മത്തിലുള്ള, അതായത് പ്രകൃതിയിലുള്ള അതേ പ്രതിഭാസങ്ങൾ നമ്മളിലും കാണാൻ കഴിയും, അല്ലെ? പ്രകൃതിയിലുള്ള അതേ പ്രതിഭാസങ്ങള്. ഉദാഹരണത്തിന് ഇപ്പോ രാവിലെ സൂര്യൻ ഉദിക്കുന്നു, വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നു. ഇതൊരു പാറ്റേൺ ആണ്. ഇത് സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിലും പിന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. രാത്രി നമ്മൾ റെസ്റ്റ് ചെയ്യുന്നു, രാവിലെ ഉണരുന്നു. അതുപോലെ അതായത് ജീവനുള്ള ആ പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങൾ, അതിലുള്ള പ്രവർത്തനങ്ങൾ, അതിലുള്ള വിന്യാസങ്ങൾ നമ്മളിലും കാണാൻ കഴിയും. അതെന്തുകൊണ്ടാണ്? നമ്മൾ ആ ജീവന്റെ ഭാഗമാണ്, ആ ജീവനാണ് നമ്മൾ ഉരുവാക്കിയത്. അപ്പൊ ഈ ഒരു വേർതിരിവ് നമുക്ക് ഇല്ലാതിരിക്കണമെങ്കിൽ ഈ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാവണം. വിദ്യാഭ്യാസ കാലഘട്ടം മുതൽ തന്നെ ഈ സിസ്റ്റത്തിനൊക്കെ നമ്മൾ യന്ത്രങ്ങളായുള്ള കാഴ്ചപ്പാടിലേക്ക് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിന്റെ ആ ജൈവത അല്ലെങ്കിൽ ജീവൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബോധ്യങ്ങള്, അതായത് ജീവൻ എന്നുള്ള ബോധ്യം ഏതൊന്നില് പ്രകൃതിയോട് ഇടപഴകുന്ന സമയത്ത്, ഗയ്യയോട് സംസാരിക്കുന്ന സമയത്തൊക്കെ ജീവൻ എന്നുള്ള ബോധ്യം നമ്മൾ ഉണ്ടാവുന്ന സമയത്ത് അതിനോട് അധീനപ്പെട്ട്, അതിനോട് വിധേയനായി, അതിന്റെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. അങ്ങനെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സുഭാഷിതം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.